ഇനി നമുക്ക് എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നോക്കാം. എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കോഡ് ഉണ്ടല്ലോ, ആ കോഡ് എഴുതുന്ന ഒരു ലാംഗ്വേജാണ്, ഒരു രീതിയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. കമ്പ്യൂട്ടേഴ്സിന് 0ഉം 1ഉം കൂടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന് പറയുന്ന പേരാണ് ബൈനറി ഡിജിറ്റ്സ്, 0 and 1. ആ രണ്ടിന് കോമ്പിനേഷൻ ആയിട്ടുള്ള, ഇപ്പോൾ ഇവിടെ കണ്ടല്ലേ കുറേ 0ഉം 1ഉം ചേർന്നിട്ടുള്ളൊരു കോഡ്. ഇതൊരു ഇൻസ്ട്രക്ഷനാണ്. കമ്പ്യൂട്ടേഴ്സിനുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് കമ്പ്യൂട്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ആ കോഡ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സാമ്പിൾസ് ആണ് സി, C++, ജാവ, C#, PHP, JavaScript, Python, Ruby, Go, Lua, Rest, SQL, Swift, Perl, Scala, Dart ഇതൊക്കെ. ഇനി ഒരു പ്രോഗ്രാമിനുള്ള എക്സാമ്പിൾ നോക്കാം. ഇവിടെ നിങ്ങളൊരു കോഡ് കണ്ടോ, ഫങ്ഷൻ, ഗ്രീറ്റ്, അതിൻ്റെ ഉള്ളിലൊരു നെയിം ഉണ്ട്, പിന്നെ ഈഫ്, നെയിം, അലേർട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒന്ന് എന്താണെന്ന് നോക്കാം. ഈഫ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ആണല്ലോ. ഈഫ് നെയിം ഉണ്ടെങ്കിൽ അലേർട്ട് ഹലോ നെയിം, ഒരു അലേർട്ട് കാണിക്കുക, ഒരു പോപ്പപ്പ് കാണിക്കുക ബ്രൗസറിൽ. എന്താണ് ഹലോ, നമ്മൾ എന്താണ് പാസ് ചെയ്യുന്ന നെയിം, ആ നെയിം വെച്ചിട്ട് ഒരു പോപ്പപ്പ് കാണിക്കും. അല്ലെങ്കിൽ എൽസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അലേർട്ട് ഹേ ഡൂഡ്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണല്ലോ, നമുക്ക് മനുഷ്യന്മാർക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് ഒരു കോഡ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഈ രീതിയിലാണ് നമ്മൾ കോഡ് എഴുതുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് അത് റൺ ചെയ്യുന്ന രീതി അനുസരിച്ച് രണ്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജസ്, ഹൈ ലെവൽ ലാംഗ്വേജും ലോ ലെവൽ ലാംഗ്വേജും. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോഡ് എഴുതുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള ലാംഗ്വേജ്. ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉദാഹരണമാണ്. പൈത്തൺ, ജാവ, C++, C#, ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് കോഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോസസ്സറിനെ കുറിച്ചോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ചിപ്പിനെ കുറിച്ചോ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെഷീൻ ഓറിയൻറ്റഡ് ആയിരിക്കും. ഓരോ പ്രോസസ്സേഴ്സ് ഉണ്ടല്ലോ, കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്ന പ്രോസസ്സർ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഇൻ്റലിൻ്റെ പ്രോസസ്സർ ഉണ്ടാവും, IBMൻ്റെ പ്രോസസ്സർ ഉണ്ടാവും, അങ്ങനെ ഓരോ പ്രോസസ്സേഴ്സ് ഉണ്ടാവും. ആ പ്രോസസ്സറിന് വേണ്ടിയിട്ട് എഴുതുന്ന കോഡാണ് ലോ ലെവൽ ലാംഗ്വേജ്. അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലല്ല ഉണ്ടാവുക. ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓരോന്നിനും ഓരോ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള. ആ ഒരു ഇൻസ്ട്രക്ഷൻ കോഡ് പഠിച്ചിട്ട് ആ രീതിയിൽ എഴുതണം. ലോ ലെവൽ ലാംഗ്വേജിനുള്ള എക്സാമ്പിൾസ് ആണ് ഇൻ്റൽ x86 അസംബ്ലർ, IBM 360 അസംബ്ലർ, PDP-10 അസംബ്ലർ, ഇതിനൊക്കെയുള്ള ആ പ്രോസസ്സർ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ കോഡ്. അതേപോലെ ലോ ലെവൽ ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ചില ഏരിയ എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് ഉണ്ടാവുമല്ലോ. ചില ഹാർഡ്വെയർ ഡിവൈസുകൾക്ക് നമ്മൾ ഡ്രൈവർ എഴുതുന്ന സമയത്ത് അതൊക്കെ കൂടുതലും ലോ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. നമ്മൾ നേരത്തെ ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞല്ലോ, ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, നമ്മൾ ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷനാലിറ്റീസൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതേപോലെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഡിവൈസസ് കണക്ട് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണമായിട്ട് പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു സ്പീക്കർ കണക്ട് ചെയ്യാണ്, അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഡ്രൈവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മുമ്പൊക്കെ പഴയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ആയിരുന്ന സമയത്ത് ഡ്രൈവർ സോഫ്റ്റ്വെയർ സെപ്പറേറ്റ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ഇൻബിൽറ്റ് ആയിട്ട് ഡ്രൈവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ എന്താണെന്ന് നോക്കാം. നമ്മൾ മനുഷ്യന്മാർ ഒരുപാട് ലാംഗ്വേജസ് സംസാരിക്കുന്നവരാണ് അല്ലേ, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി അങ്ങനെ. അപ്പോൾ ഈ ലാംഗ്വേജസൊക്കെ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുമോ? ഇല്ലല്ലോ. കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുന്ന നമ്മൾ നേരത്തെ പറഞ്ഞു 0ഉം 1ഉം മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രമേ കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, 0 and 1ൻ്റെ കോമ്പിനേഷൻ, ആ കോമ്പിനേഷനിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്മാർക്ക് ഈ മെഷീൻ ലാംഗ്വേജ് ഓർത്ത് വെക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് 0, 1 എത്രത്തോളം പൊസിഷൻസ് ഉണ്ടെന്നുള്ളത് ഓർത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മനുഷ്യന്മാരെന്ത് ചെയ്യും, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യും. അത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ, നേരത്തെ നമ്മൾ എക്സാമ്പിൾ നോക്കി അത് മനസ്സിലാവുന്നുണ്ടല്ലോ, ആ രീതിയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ച് കോഡ് എഴുതും. അതിനുശേഷം നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ച് എഴുതിയ കോഡിനെ കമ്പൈലേഴ്സ് കൺവേർട്ട് ചെയ്യും, മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ആ കൺവേർട്ട് ചെയ്ത് റൺ ചെയ്ത ലാംഗ്വേജാണ് പിന്നീട് കമ്പ്യൂട്ടേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങളൊക്കെ കോളേജിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് C അല്ലെങ്കിൽ C++ കുറച്ച് പേരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം C അല്ലെങ്കിൽ CPP എന്ന എക്സ്റ്റൻഷനുള്ളൊരു ഫയലിൽ നമ്മൾ കോഡ് എഴുതിയിട്ട് റൺ ചെയ്യുന്ന സമയത്ത് അതൊരു വേറൊരു ഫയൽ ജനറേറ്റ് ചെയ്യും. ആ ഫയലാണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്.
എക്സിക്യൂട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ചെയ്യുക. അപ്പോൾ അത് എൻ്റയർ ആയിട്ട് ആ പ്രോഗ്രാം മൊത്തം കൺവേർട്ട് ചെയ്തു. ആദ്യം ആ ഫയൽ മൊത്തം കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് ഫയലാണ് റൺ ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കൺവേർട്ട് ചെയ്യില്ല, പകരം റൺ ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. നമ്മൾ എഴുതിയ കോഡ് അങ്ങനെ തന്നെ റൺ ചെയ്യും, ബിഹൈൻഡ് ദ സീൻ അത് കൺവേർട്ട് ചെയ്യും ഓരോ ലൈൻ ബൈ ലൈൻ. ഇങ്ങനെ കമ്പൈലേഴ്സ് വെച്ച് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജിനുള്ള എക്സാമ്പിൾസാണ് C++, ജാവ, ഇതൊക്കെ. PHP യും പൈത്തണും ഒക്കെ ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഇൻ്റർപ്രറ്റർ ഉപയോഗിച്ചാണ് കൺവേർട്ട് ചെയ്യുന്നത്. HTML XML ഒക്കെ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് പറയുന്നത്.